സാർ നമസ്കാരം. പേരെന്താണ്? കൃഷ്ണ. ഒന്ന് കുത്തിട്ടാ. സാറിൻ്റെ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 20-25 കിലോമീറ്റർ. ഇവിടെ എത്ര വർഷമായി? ശ്രീകണ്ഠപുരം എന്ന് പറയും. ഞാൻ ഇവിടെ 3 വർഷമായിരുന്നു. ഇത് നമ്മുടെ ഗവൺമെൻറ് ഏത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കൺട്രോളിംഗ് ഓഫീസാണ്. ഇവിടെ ഇവിടുത്തെ ബോട്ട് സർവീസ്. എത്ര ബോട്ട് നമുക്ക് ഇവിടെ നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോട്ടാണ്. അത് വലിയ ബോട്ട്, ടൂറിസ്റ്റ് പാസഞ്ചർ ബോട്ട്. അത് കോമണായിട്ട് എല്ലാവർക്കും കയറി പോകാൻ പറ്റും. എല്ലാവർക്കും കയറി പറ്റും. ഇത് സർക്കാരിൻ്റെ എല്ലാവർക്കും സാധാരണക്കാർക്ക് അടക്കാൻ ലഭ്യമാകുന്ന രീതിയിൽ ബജറ്റ് ഫ്രണ്ട്ലി ടൂറിസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് രാവിലെ 6:30 തുടങ്ങിയാൽ വൈകുന്നേരം 7:30 വരെ നമ്മുടെ സർവീസ് ഉണ്ട്. രാവിലെ 6:30 മണിക്ക് ഇത് ടൂറിസ്റ്റ് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 9:30 മണി വരെ ഇവിടെ അരമണിക്കൂർ വീതമുള്ള സർക്കുലർ സർവീസാണ്. ഒരു അരമണിക്കൂർ ഒരാൾക്ക് ഇവിടെ സർക്കുലർ ഫുള്ള് ചുറ്റി കറങ്ങി വരുന്നതിന് 40 രൂപ ഒരാളിൽ നിന്ന് ഈടാക്കുക. പിന്നെ അത് കൂടാതെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ 7:30 വരെയും ഈ അരമണിക്കൂർ വീതമുള്ള സർവീസ് ഉണ്ട്.
ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? പേര് ദേവു. വീട്? വീട് സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് പൊടിക്കുണ്ട് എന്ന് പറയും. അവിടെ മിൽമ ഡയറി ഉണ്ട്. അവിടെ പഴയ മിൽമ ഡയറി അതിനടുത്താണ് വീട്. വീട്ടിൽ ഇപ്പം ആരുമില്ല, മകനും മകളും ഉണ്ട്. അവര് സെപ്പറേറ്റ് ആണ്. വീട്ടിൽ ഞാൻ തനിച്ചാണ്. ജോലി ചെയ്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് കുറേ ബ്രാഞ്ചസിലൊക്കെ ജോലി ചെയ്തു. റിട്ടയർ ആയത് പെരളശ്ശേരി എന്ന് പറയും, കണ്ണൂർ പെരളശ്ശേരി. നിങ്ങളുടെ തൃശ്ശൂർ ഗുരുവായൂർ ബ്രാഞ്ചിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ട് ഗുരുവായൂരപ്പൻ എൻ്റെ ഇഷ്ടദൈവം. അയ്യോ, അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഇങ്ങോട്ട് എനിക്ക് ഞാൻ തനിച്ചായോണ്ട് വല്ലാതെ ഒരു വിഷമം വരും ഇടയ്ക്ക്. അപ്പം ഞാൻ ഓർത്തു ഒന്ന് മുത്തപ്പനെ കാണാം. അങ്ങനെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. മുത്തപ്പൻ്റെ അടുത്ത് വന്നു. പിന്നെ തൊഴുതു, മുത്തപ്പനെ നന്നായിട്ട് തൊഴുതു, കരഞ്ഞു, സങ്കടമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പോയി ചായ കുടിച്ചു വന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോയി. ഞാൻ ഊണിന് നിന്നു. അപ്പോൾ കാലിന് കുറച്ചൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കാലിനല്ല, ഒരു സർജറി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഇത്. അപ്പോൾ അവിടെ പോയപ്പോൾ കാല് വയ്യാത്തവർക്കൊക്കെ അങ്ങോട്ട് കയറിയിരുന്ന് ഊണ് കഴിക്കാം. ഞാൻ അവിടെ പോയി ഊണ് കഴിച്ചപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, പായസം ഉണ്ട് ചേച്ചി, അത് കഴിച്ചിട്ടേ പോകുന്നുണ്ട്. പുറത്തിറങ്ങി പായസവും കഴിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് കൂടി കഴിച്ചു, 2 ഗ്ലാസ്. അത് ഞാനിങ്ങ് എടുത്തതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ബോട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 മണിക്കാണ് ബോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു കയറിയിരിക്കാമോ? ആന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ കയറിയിരുന്നു. അങ്ങനെ ചേട്ടനെ കണ്ടതിലും നിങ്ങളെ കണ്ടതിനും വളരെ സന്തോഷം. ഇങ്ങനെയൊരു ഒത്തിരി ഒരുപാട് മുത്തപ്പനെ കണ്ട് കരഞ്ഞപ്പം തന്നെ സങ്കടം. പിന്നെ ഷാജു ചേച്ചിനെ കാണാൻ വേണ്ടി മുത്തപ്പൻ കൊണ്ടുവന്ന ഷാജു സത്യം. Get the
സാറിന്റെ പേര്? സുബീഷ്. സതീഷ്. വീട്? കോഴിക്കോട്. കോഴിക്കോട്. ആ, കോഴിക്കോട്. ഞാൻ കോഴിക്കോട് വന്നാണ്. അങ്ങനെ മാഹിയിൽ പോയി ബഷീറിന്റെ ഏകദേശം 1 കിലോമീറ്റർ ആണ്. ഞാൻ കോഴിക്കോട് നിന്ന് കുന്നമംഗലത്തിന് ഷൂട്ടാണ്, നമ്മുടെ ഫ്രണ്ടിന്റെ സിനിമ ഷൂട്ട് കോച്ചിക്കുന്നതാണ്. 25 കിലോമീറ്റർ. സാറ് ഇത് ഇവിടെ ഇപ്പൊ അവിടെ നിന്ന് പോകുന്നില്ലേ? 1 മണിക്കൂർ എത്തിവിടെ തിരിച്ചു നമ്മൾ തന്നെ പോവാണ്. ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇതിൻ്റെ അവിടെ പോരും? അവിടെ നമ്മള് പിന്നെ 2 മണിക്ക് അവിടെ നിന്ന് ഈ ട്രിപ്പ് ഈ ട്രിപ്പ് മാത്രം മതിയോ? ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 2 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഒരു 2:50 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്ക് തിരിച്ചങ്ങോട്ട് പോയാൽ നമ്മളൊരു 3:45 4 മണിൻ്റെ ഇടയിൽ വെള്ളത്തിന്റെ ഒഴുക്കിനൊക്കെ അനുസരിച്ച് അങ്ങോട്ട് അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകാറായി. 2 പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോ വന്നവർ ഞാൻ തിരിച്ച് കുറച്ച് ആൾക്കാർ വീണ്ടും തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് ബസ്സിന് ഷോർട്ട് ആവില്ല, കുറച്ച് ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന സമയം കൂടുതൽ കുറച്ച് മതി. ഇവിടുന്ന് പിന്നെ കണ്ണൂരേക്ക് ബസ് കയറിയാൽ മതി. രാവിലത്തെ ട്രിപ്പിലാണെന്നുണ്ടെങ്കിൽ വളവട്ടത്ത് നിന്ന് ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും. രാവിലെ അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു കിട്ടേണ്ടി വരും. അവിടുന്ന് വരുന്നത് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് വെക്കും. ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ കണ്ടൊരു സന്തോഷം. യാത്ര അടിപൊളിയൊന്നും ബോട്ട് അടിപൊളിയാണ്. സൂപ്പർ. വന്ന ഗസ്റ്റുകളെ പൊരിച്ചു പൊരി ആ കുട്ടിക്ക് അത്ര നന്നായി പാട്ട് പാടി. അവർ നല്ല പാടില്ല, നന്നായി എൻജോയ് ചെയ്തു. ഞാനും കൂടെ എൻജോയ് ചെയ്തു. അവർ ഫുൾ ഫാമിലി വരുന്ന പറഞ്ഞു അടുത്ത ട്രിപ്പിലേക്ക്. അതായത് ഇതൊക്കെ വീണ്ടും വരുന്ന ആളുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കിയാൽ എല്ലാ സാറുമാരോടും സാറിനെ വിളിക്കില്ല. സാർ നിങ്ങൾ ഓഫീസർ സാറാണ്, പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കുള്ളൂ. ഞാനും സാർ തന്നെയാണ്, പക്ഷെ ഞാനും ബ്രോ എന്ന് വിളിക്കുള്ളൂ. ഞാൻ സ്ഥാപനം ചെയ്യുന്ന ആളാണ്. അവിടെ ഞാൻ സാറാണ്, എനിക്ക് ഇഷ്ടം വിളിക്കുന്നത് ഷാജി ബ്രോ. അപ്പോൾ അടിപൊളി യാത്ര. അപ്പോൾ ചേട്ടൻ്റെ പേര്?